ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനമാകുന്ന യേശുവിലൂടെ നമുക്ക് ആ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സത്യത്തെ ശ്രവിക്കാൻ സാധിക്കുന്ന ഈ നല്ല ഒരു സമയത്തെക്കുറിച്ച് പിതാവിനോട് നന്ദിയുള്ളവരായിരിക്കാം. ഇന്നത്തെ വചനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യേശുവെ, വചനമാകുന്ന അങ്ങ് ഞങ്ങളിൽ വന്ന് വാസമർപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ കേൾക്കുന്ന വചനത്തിലൂടെ പൂർണ്ണമായും യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം നയിക്കുന്നവരായി ഞങ്ങളെ ഉയർത്തുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ലൂക്ക 6:10. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. ഇത് നമ്മുടെ സാപത്തിൽ രോഗശാന്തി നൽകിയതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്രയും നാളായിട്ട് കൈ ശോഷിച്ച ഒരാൾക്ക് കൈ നിവർന്നു കിട്ടി എന്നതിനേക്കാൾ കൂടുതൽ അവർ ചില ആചാരാനുഷ്ഠാനങ്ങളെ വിഘ്നമാക്കി അല്ലെങ്കിൽ അതിനെ എതിർപ്പ് കാണിച്ചു എന്നുള്ള ആ തരത്തിലാണ് ആ വലിയൊരു അത്ഭുതത്തെ അവർ വില വെച്ച് അല്ലെങ്കിൽ വില കുറച്ച് കാണിച്ചത്. അതിന് കൊടുക്കേണ്ട ഒരു മഹത്വം കൊടുക്കാതെ അതിൻ്റെ അപ്പുറത്ത് ചില സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സാപത്തിലായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീതീകരണത്തിലൂടെയൊക്കെയാണ് യേശുവിനെ അവർ കുറ്റപ്പെടുത്താനും ഒക്കെ തുനിഞ്ഞത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് സാഹചര്യങ്ങളിലൂടെ ആണെങ്കിലും പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും, ഇപ്പോൾ വിധവയുടെ കാണിക്കാന്നൊക്കെ പറയുന്ന പോലെ ഒന്നുമില്ലായ്മയെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചൊരു പ്രവൃത്തിയാണത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു കണ്ണിൽ കൂടെ ആ വിധവ ചെയ്ത ഒരു കാര്യം എന്താണ്? ഉള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുത്തു. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന പല ദൈവവേലകളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പല അനുഭവങ്ങളും ഇതുപോലെയൊക്കെ ആയിരിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ അത് ലോകത്തിൻ്റെ നടപ്പിന് യോജിക്കാത്തതായിരിക്കാം. പക്ഷെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണോ ഞാൻ ഈ ചെയ്യുന്നത് എന്ന് മാത്രമാണ്. ദൈവം നമ്മൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതുപോലെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ.